മിക്സ്ചറാണ്. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വറുത്ത് ചേർക്കാൻ വേണ്ടി 1/2 കപ്പ് പൊട്ടുകടല. പൊട്ടുകടല എന്ന് പറയുമ്പോൾ നമ്മളുടെ കറുപ്പ് കടലയില്ലേ, അത് റോസ്റ്റ് ചെയ്ത പരിപ്പ്, അതാണിത്. പിന്നെ 1/2 കപ്പ് കപ്പലണ്ടി, 2 വെളുത്തുള്ളി, 3 കപ്പ് കറിവേപ്പില. ഇനി ഇത് മിക്സ് ചെയ്യാം. ഈ 2 കപ്പ് കടലമാവിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇങ്ങനെ നിറച്ച് വേണം, 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മിക്സ് ചെയ്ത് വെച്ചതിനകത്തുനിന്ന് ഞാൻ 1/4 കപ്പ് വേറൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇത് നമുക്ക് ബൂന്തി ഉണ്ടാക്കണം. അതിനുവേണ്ടി 1/4 കപ്പ് മാറ്റണം. ആദ്യമേ നമുക്ക് സേവ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴയ്ക്കണം. ചപ്പാത്തി മാവൊക്കെ കുഴക്കത്തില്ല, അതുപോലെ. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കണം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം കടലമാവായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകും. ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരുവായി. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം, 1 ടീസ്പൂൺ. എന്നിട്ടിത് തിരിച്ചും നല്ലതായിട്ട് കുഴയ്ക്കണം, നല്ല കുഴച്ച് സോഫ്റ്റ് ആക്കണം. മാവ് ഇവിടെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഇത് ചപ്പാത്തി മാവിനെക്കാട്ടി ഒരു ശകലം കൂടെ ലൂസായിട്ടിരിക്കണം, ഒരുപാടല്ല. അളവ് പറഞ്ഞല്ലേ വെള്ളത്തിൻ്റെ, അത് കറക്റ്റായിട്ടിരിക്കും. പിന്നെ ഞാൻ ഇതിനകത്ത് 1/2 ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നു. അങ്ങനെ മൊത്തം 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കണം ഇത് കുഴക്കാൻ നേരത്തെ. ഇനി നമുക്കിത് സേവ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഈ സേവനാഴിയില്ലേ, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതിനകത്തോട്ട് ഇട്ടിരുന്ന് പിഴിഞ്ഞെടുക്കണം. ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഈ ചെറിയ ഹോൾസുള്ള ചില്ലിടണേ. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കണം. ഇത് ഇത്രയും മതി, 1/4 ഭാഗം, നിറയെ വേണ്ട, പിഴിയാൻ ബുദ്ധിമുട്ടായിരിക്കും. കടായി അടുപ്പത്തിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള. ചൂടായ എണ്ണയിലോട്ട് ഇതിങ്ങനെ പിഴിഞ്ഞു കൊടുക്കണം. കൈ സൂക്ഷിച്ചോണേ. ഇങ്ങനെ ചുറ്റിച്ച് ഇത് ഏകദേശം 1 മിനിറ്റിനോട് 1 മിനിറ്റൊക്കെ മതി. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. ഇത് ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്. നമ്മൾ കോരി വെച്ച് കഴിഞ്ഞ് ഇതിലെ ഇരുന്ന് മൂത്തോളൂ. നമ്മൾ തീ നിങ്ങൾ ഒരുപാടങ്ങ് കൂട്ടി കരിഞ്ഞു പോയാൽ പിന്നെ കൊള്ളത്തില്ല. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഞാനിവിടെ സേവെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കണം. ബൂന്തി ഉണ്ടാക്കാൻ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ 1/4 കപ്പ് മാവ് മിക്സ് ചെയ്ത് വെച്ചിരുന്ന, അതിലോട്ട് ഒരു പിഞ്ച് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ബൂന്തി ഉണ്ടാക്കുന്നതിന് അതുകൊണ്ട് ഈ ഒരു പരുവ് മതി, നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവ്, ഒരുപാട് ലൂസ് ആവരുത്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. ബൂന്തി ഉണ്ടാക്കാൻ ഇതുപോലെ ഹോൾസ് ഉള്ള ഒരു തവി എടുക്കണം. ഈ കണ്ണോപ്പയല്ലേ അത്, ഇതുപോലെ ഒരു തവി ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചതാണ് ഇങ്ങനെ പരത്തി കൊടുക്കണം. ഇങ്ങനെ ചുറ്റിച്ച് ഒരിടത്ത് തന്നെ വെക്കരുത്, അങ്ങനെയാണ് ഇതെല്ലാം കൂടി ചേർന്ന് നമുക്ക് പിടിച്ചു പോകും. ഇതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് ഇത്രയും മതി, നിറയെ വേണ്ട. നിറയാണെങ്കിൽ ഇത് നല്ലതായിട്ട് വരും. ഇതിനി ഒരു ക്രിസ്പി ആവണം. അതുകൊണ്ട് ഇത് ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി അതേ ഓയിലോട്ട് നമുക്ക് ഈ പൊട്ടുകടല ഒന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്താൽ മതി. ഇത് ഒരുപാടൊന്നും മൂപ്പിക്കണ്ട കേട്ടോ. ഒരു 2 മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പം കോരി എടുക്കണം. ഇതായിട്ടുണ്ട്. ഈ പരുവ് മതി. ഏകദേശം ഒരു 2 മിനിറ്റിനോട് അടുത്തേ ആയിട്ടുള്ളൂ മീഡിയം ഫ്ലെയിമിൽ. ഇനി നമുക്ക് ഈ കപ്പലണ്ടിയും വറുത്ത് വരണം. അതും ഇതുപോലെ 2 മിനിറ്റ് അടുത്ത് മതി. കപ്പലണ്ടി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ എടുത്തേക്കാം. ഇതിലോട്ട് ഈ കറിവേപ്പിലയും കൂടെ വറുത്ത് വരാം.
അതുപോലെ ഈ വെളുത്തുള്ളി 2 വെളുത്തുള്ളി ചതച്ചത് അതും ഒന്ന് മൊരിയിച്ചെടുക്കണം. ഞാനിവിടെ മിക്സറിൽ മിക്സ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ശകല ഉപ്പ്, ഒരു ശകലം കായപ്പൊടി, അത് ഒരു പിഞ്ചൊന്നും വേണ്ട. ഇതുപോലെ ഒരു ചെറിയ പാന് അല്ല കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. നിറയെ ചൂടാക്കണ്ട, ഒരു പകുതി ഒന്ന് ചൂടായാൽ മതി. എന്നിട്ടിത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടി ഇതൊക്കെ ഇല്ലേ, കായപ്പൊടിയില്ലേ, അതൊന്ന് ഇട്ട് ഇളക്കി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റണം, കരിക്കരുത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്, ഇത്രയും മതി. കണ്ടില്ലേ, നിറമൊന്നും അങ്ങനെ മാറിയിട്ടില്ല. നമുക്കിനി ഈ വറുത്ത് വെച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനുവേണ്ടി ഒരു വലിയൊരു പാത്രത്തിലോട്ട് ആദ്യം ഈ സേവ് ഇട്ട് കൊടുക്കാം. ഇത് കൈ കൊണ്ടൊന്ന് നമുക്ക് ഒന്ന് പൊടിച്ചു കൊടുക്കണം. ഒരുപാടങ്ങ് അമർത്തി അങ്ങ് പൊടിക്കരുത്, അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകും. ചെറുതായിട്ട് അറിയാമല്ലോ മിക്സറിൻ്റെയൊക്കെ ഒരു സൈസ്. അതെ, ഞാനിങ്ങനെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം. വെളുത്തുള്ളിയില്ലേ ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ ഞെരടി ഇട്ട് കൊടുക്കണം, ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ. നിങ്ങളിത് വറുത്ത് കോരുമ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച് കോരണം, അപ്പോഴാണ് എണ്ണ ഇതിൽ പിടിച്ചോളൂ. ഇനി ഇതിലോട്ട് നമ്മൾ ചൂടാക്കി വെച്ച പൗഡറില്ല മുളക് പൊടിയൊക്കെ, അതൊന്ന് ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇത് ചേർക്കണ്ടെന്നുള്ളവർ ചേർക്കണ്ട. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൗഡർ എല്ലായിടും ഒന്ന് ആവണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.